എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും കോപ്പിയടി വിവാദത്തിൽപ്പെടുന്ന ആളാണ് പ്രിയദർശൻ. മലയാളികളെ എന്നും ആസ്വാദനത്തിന്റെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഡയറക്ടറാണ് പ്രിയദർശൻ. 1984 മോഹൻലാലിനെ നായകനാക്കി പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി പ്രിയന്റെ അരങ്ങേറ്റം. കോമഡി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സംവിധായകനായി പ്രിയൻ മാറി. പ്രിയന്റെ ഹിറ്റ് ചിത്രങ്ങളെല്ലാം തന്നെ കോപ്പിയടി വിവാദത്തിൽപ്പെട്ടിരുന്നു. തന്റെ സിനിമകളെല്ലാം റീമേക്ക് അല്ലെങ്കിൽ കോപ്പിയടിയാണെന്നുള്ള വാദത്തോട് പ്രിയൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സിനിമകൾ കണ്ടാണ് സിനിമ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യകാല സിനിമകളിൽ കണ്ട സിനിമകളുടെയൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നീട് അത് പതുക്കെ പതുക്കെ മാറ്റാൻ സാധിച്ചെന്നും പ്രിയദർശൻ പറയുന്നു. ചില ചിത്രങ്ങൾക്ക് പാശ്ചാത്യ സിനിമകളിലെ ആശയം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊരിക്കലും അതുപോലെ പകർത്തിയിട്ടില്ലെന്നാണ് പ്രിയൻ പറയുന്നത്. ആ കഥയെ കേരളത്തിലെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലേക്ക് പശ്ചാത്തലത്തെ ഉടച്ചു വാർത്തായിരുന്നു അവതരിപ്പിച്ചത്. മോഹൻലാലും മുകേഷും മത്സരിച്ച് അഭിനയിച്ച ചിത്രമാണ് ബോയിങ് ബോയ്. ഇതിന്റെ ആശയം ഒരു ഫ്രഞ്ച് ചിത്രത്തിൽ നിന്നായിരുന്നു. ഫ്രഞ്ച് ചിത്രം ഒരു സെക്സ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. എന്നാൽ ചിത്രത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തെല്ലും അശ്ലീലം ഉണ്ടായിരുന്നില്ല. പിന്നീട് പൂർണ്ണമായും സ്വന്തം എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ചിത്രങ്ങളിലേക്ക് എത്തി. കാലാപാനിയും കാഞ്ചീവരവും ഒക്കെ അത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് ഉദാഹരണമാണെന്നും പ്രിയദർശൻ പറയുന്നു. കൗമുദി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയൻ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. ഇപ്പോഴും തന്റെ ചിത്രങ്ങൾക്ക് നേരെ കോപ്പിയടി ആരോപണം ഉയരാറുണ്ട്. കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തി വൻ ഹിറ്റായി മാറിയ ഒപ്പം പോലും ഇത്തരം ആരോപണങ്ങൾക്കിടയിൽ പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള കോപ്പിയടി ആരോപണം നേരിടാത്തവരില്ല എന്നും പ്രിയദർശൻ പറയുന്നു. MT വാസുദേവൻ നായർ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പോലും അത്തരം ആരോപണത്തിന് നിഴലിൽ വന്നിരുന്നു. കോപ്പിയടി ആരോപണം നേരിടുന്ന മറ്റൊരു മലയാള ചിത്രമാണ് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റായി മാറിയ മണിച്ചിത്രത്താഴ്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം പുറത്തിറങ്ങി 25 വർഷം പിന്നിടുന്നതിനിടയിലാണ് പുതിയ ആരോപണവുമായി അശ്വതി തിരുനാൾ രംഗത്ത് വന്നത്. തന്റെ നോവലായ വിജനവീഥി കോപ്പിയടിച്ചതാണ് സിനിമയെന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയ സംഭവം ഏറ്റെടുക്കുകയും ചെയ്തു. കോപ്പിയടിച്ചതാണ് തന്റെ ചിത്രം എന്നുള്ള വാദത്തിന് കൃത്യമായ മറുപടിയുമായിട്ട് സംവിധായകൻ ഫാസിലും തിരക്കഥാകൃത്ത് മധു മുട്ടവും രംഗത്തെത്തി. വിജനവീഥി എന്ന കൃതി താൻ ഇതുവരെ വായിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത്തരം ഒരു ആരോപണത്തോട് പ്രതികരിക്കേണ്ടത്? 23 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോ എന്ത് മറുപടി പറയാനാണ്? വായിച്ചിട്ടുള്ള ആരെങ്കിലും ഇതിനെല്ലാം മറുപടി പറയട്ടെ എന്ന് മധു മുട്ടം പ്രതികരിച്ചു. മണിച്ചിത്രത്താഴ് എന്ന തന്റെ സിനിമ ഇറങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപാണ് ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സൈക്കോ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ താൻ സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ചുവന്ന സന്ധ്യകൾ, രാജാങ്കണം തുടങ്ങിയ ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. ഇരട്ട വ്യക്തിത്വമായിരുന്നു മണിച്ചിത്രത്താഴിന്റെ പ്രമേയം. മണിച്ചിത്രത്താഴ് ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് അന്യൻ എന്ന സിനിമ ഇറങ്ങുന്നത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെയും പ്രമേയം. തന്റെ സിനിമ കോപ്പിയടിച്ചാണ് ആ ചിത്രമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ എന്നാണ് ഫാസിൽ ചോദിക്കുന്നത്. ബാധ ഒഴിപ്പിക്കലും പാരാസൈക്കോളജിയും മന്ത്രവാദവും ഒക്കെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന കാര്യമാണ്. അതിനെ മുൻനിർത്തി പ്രമേയമാക്കി തങ്ങളുടേതായ രീതിയിൽ സിനിമ എടുക്കുകയാണ് ചെയ്തത്. മധുമുട്ടത്തിന്റെ പ്രതിഭയും ഭാവനയും ഉണർന്നപ്പോൾ സിനിമ പിറന്നുവെന്നും ഫാസിൽ പറഞ്ഞു.